നമ്മുടെ ദാമ്പത്യ ബന്ധമൊക്കെ ഉണ്ടല്ലേക്കാ എന്താ പറയുക സ്മൂത്തായിട്ട് നല്ല എന്താ പറയുക രസത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള 2-3 ടിപ്സ് പറഞ്ഞിട്ടേക്കാ. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും സ്നേഹം മാത്രമല്ലല്ലോ, എന്നും ചിരിച്ച മുഖത്തോടെ അല്ലല്ലോ, ഒരു അടിപിടിയും ഇണക്കും പണക്കൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഒന്ന് കളറാവുള്ളൂ അല്ലേ. ഓർത്തിരിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകൾ വരുന്ന എപ്പോഴെന്നറിയാം ഈ പിണങ്ങി ഇണങ്ങുന്ന സമയത്താണല്ലേ. അപ്പോൾ നമ്മുടെ പങ്കാളിക്ക് എപ്പോഴെങ്കിലും ദേഷ്യം വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് കാമാവുക അല്ലേ. ഇപ്പം ഹസ്ബൻഡിനാണ് ദേഷ്യം വരുന്നതെങ്കിൽ വൈഫ് ഒന്ന് താന്ന് കൊടുക്കുക, ഇനി വൈഫിനാണെങ്കിൽ ഹസ്ബൻഡും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ. അല്ല 2 ഭാഗം കൂടി ഇങ്ങോട്ട് കൂട്ടിയിടിക്കുമ്പോഴാണ് ഒരുപാട് ശബ്ദമാകുന്നത് അല്ലേ. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് അടിപിടി കൂടുകയാണെങ്കിൽ വഴക്കിടുകയാണെങ്കിൽ അതൊരു പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് ചെയ്യാതിരിക്കുക അല്ലേ. നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാണ്ടിരിക്കുക. കാരണം ഇന്ന് നമ്മളാണെങ്കിൽ ആ നിമിഷം തന്നെ നമ്മൾ എന്താ പറയുക അടി ഉണ്ടാക്കി ആ നിമിഷം തന്നെ നമ്മൾ ഇണങ്ങും. പക്ഷേ ഇണങ്ങുന്നത് ആരുടെ മനസ്സിലുണ്ടാവില്ല. ആ അടിപിടി കൂടിയത് മാത്രമേ അവരുടെ ഓർമ്മയിലുണ്ടാവുള്ളൂ. മക്കളുടെ മുന്നിൽ അതെ, മക്കളുടെ മുന്നിലാണെങ്കിൽ പോലും നമുക്ക് അവർ മക്കളായിരിക്കും എന്ന് വെച്ചാൽ മക്കൾക്ക് നമ്മളെന്നും എന്താ പറയുക മാതാപിതാക്കളല്ലേ, അവരുടെ റോൾ മോഡലായിട്ട് ജീവിക്കേണ്ടത് നമ്മൾ മാതാപിതാക്കൾ തന്നെയാണല്ലേ. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയാക്കുക, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അപ്പുറത്തെ വീട്ടിലത് കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരത് കണ്ടിട്ട് അത് കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മുടെ നിങ്ങളും പറയും. നിങ്ങൾ പറയുന്നത് എന്തായിരിക്കും എന്നറിയാമോ, അന്ന് കഴിച്ചിരുന്ന ഫുഡ് അവരുണ്ടാക്കിയിരുന്ന ഫുഡ് അതുപോലൊന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിക്കൂടെ, എന്ത് രസം ഉണ്ടായിരുന്നു. ആ പറയുന്ന രീതി ഒന്ന് മാറ്റിയിട്ട് ഭാര്യ ഒരു ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ ഈ ഫുഡ് അടിപൊളിയാണ് കേട്ടോ, അഡ്ജസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പറയത്തില്ല എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞുതരാം. നമ്മൾ അവിടുന്ന് അന്ന് കഴിച്ച ഫുഡില്ല, അത് നീ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകുന്ന ട്രൈ ചെയ്ത് വെക്കുക, അതുപോലെ ഉണ്ടാക്കാൻ ആ ഒരു പറയുന്ന രീതിക്കൊരു വ്യത്യാസം ഉണ്ടാക്കുക. കമ്പയർ ആണെങ്കിലും നമ്മുടെ ഭാര്യേനെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ മനസ്സിൽ എന്നും സങ്കടം തന്നെയായിരിക്കും. ഇനി ഭാര്യയാണെങ്കിലോ അവരുടെ വീടിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അവിടെയുള്ള എന്താ പറയുക അത് വെച്ച് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യാതിരിക്കുക. അവർ വണ്ടി കാര്യങ്ങൾ എന്തായിക്കോട്ടെ നമുക്കുള്ളതിൽ തൃപ്തരായിട്ട് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയായിരിക്കും. ഏതായാലും മടിയും പിടിയും സന്തോഷം സമാധാനമൊക്കെ ഉള്ള നല്ല അടിപൊളി ലൈഫായിരിക്കട്ടെ എല്ലാവരുടേതും.